പ്രഭാസ് നാഗശ്വിൻ ചിത്രം കൽക്കി 2898 എഡിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് മുൻ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ. നടൻ നിവിൻ പോളി അഭിനയിച്ച ആൽബം ഗാനം ഹബീബി ഡ്രിപ്പ് ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു. പ്രേക്ഷക മനസ്സിലും ബോക്സ് ഓഫീസിലും ഒരുപോലെ വിജയം നേടിയ ആടുജീവിതം ഇപ്പോൾ OTTയിൽ കാണാം. താരങ്ങളുടെ ത്രോബാക്ക് ചിത്രങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ കവരാറുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പഴയൊരു കോളേജ് ഇലക്ഷന്റെ നോട്ടീസ്. നടൻ ആസിഫ് അലിക്ക് ആദരവും പിന്തുണയും അറിയിച്ച് ആഡംബര നൗകയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുകയാണ്. ദുബായ് മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനി D3 ആണ് നൗകയുടെ പേര് മാറ്റിയത്. പ്രഭാസ് നാഗശ്വിൻ ചിത്രം കൽക്കി 2898 എഡിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് മുൻ കോൺഗ്രസ് നേതാവായ ആചാര്യ പ്രമോദ് കൃഷ്ണൻ. ചിത്രം മതഗ്രന്ഥങ്ങളെ വളച്ചൊടിച്ചെന്നും ഹിന്ദു ദൈവങ്ങളെ അനാദരിച്ചുവെന്നും ആരോപിച്ചാണ് ആചാര്യ പ്രമോദ് കൃഷ്ണന്റെ വക്കീൽ നോട്ടീസ്. ആചാര്യ കൃഷ്ണനു വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകനായ ഉജ്വൽ ആനന്ദ് ശർമ്മയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ള കൽക്കി ഭഗവാനെ കുറിച്ചുള്ള അടിസ്ഥാന ആശയത്തെ പോലും സിനിമ മാറ്റിമറിച്ചിരിക്കുന്നു. അത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിനെതിരാണെന്നും മതഗ്രന്ഥങ്ങളോടുള്ള അനാദരവാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. ഇത് ഹിന്ദു വിശ്വാസത്തിന്റെ തെറ്റിദ്ധാരണയിലേക്കും തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കും തുടർന്നുള്ള ശോഷണത്തിലേക്കും നയിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചിരിക്കുന്നു. ഹിന്ദു ഗ്രന്ഥങ്ങളെ തെറ്റായി ചിത്രീകരിക്കാൻ ആർക്കും അവകാശമില്ല. ഇന്ത്യ എന്നാൽ വിശ്വാസത്തിന്റെ കൂടി രാജ്യമാണ്. തങ്ങളുടെ സനാതന വിശ്വാസത്തെ തൊട്ടുകളിക്കാൻ അനുവദിക്കില്ല. ലോകം മുഴുവൻ കൽക്കിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ സിനിമ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുകയാണെന്നും ആചാര്യ പ്രമോദ് കൃഷ്ണൻ പറഞ്ഞു. കൽക്കിയുടെ അണിയറ പ്രവർത്തകർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് അഭിഭാഷകൻ ഉജ്വൽ ആനന്ദ് ശർമ്മയും ആരോപിച്ചു. കൃത്രിമ ബീജസങ്കലനത്തിലൂടെ കൽക്കി ഭഗവാന്റെ ജനനം ചിത്രീകരിച്ചത് സിനിമയുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കത്തിന്റെ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആശയക്കുഴപ്പത്തിലായ നിരവധി ഭക്തർ സമീപിച്ചതിനാലാണ് ആചാര്യ പ്രമോദ് കൃഷ്ണ നിയമ നടപടി സ്വീകരിച്ചതെന്നും അദ്ദേഹം പറയുന്നു. യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി നടൻ നിവിൻ പോളി അഭിനയിച്ച ആൽബം ഗാനം ഹബീബി ട്രിപ്പ് വൻ സ്റ്റൈലിഷായാണ് താരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. റാപ്പർ ഡബ്സിയാണ് ഗാനത്തിന്റെ രചനയും ആലാപനവും നിർവഹിച്ചത്. യൂട്യൂബിൽ ട്രെൻഡിംഗ് നമ്പർ 2 ആയി മുന്നേറുകയാണ് വീഡിയോ. ഇതിനോടകം 40 ലക്ഷത്തോളം പേരാണ് വീഡിയോ കണ്ടിരിക്കുന്നത്. ഗംഭീര ഡാൻസ് മൂവുകളുമായാണ് നിവിൻ പോളി എത്തുന്നത്. വിദേശത്താണ് ഗാനം പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. താരത്തിന്റെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരിക്കുകയാണ്. ഈ നിവിനെയാണ് കാത്തിരുന്നതെന്നാണ് ആരാധകരുടെ കമന്റുകൾ. അടുത്ത സിനിമയിൽ ഈ ലുക്കിൽ വരാനും ആരാധകർ താരത്തോട് ആവശ്യപ്പെടുന്നുമുണ്ട്. റിബിൻ റിച്ചാർഡാണ് പാട്ടിന്റെ ഈണം ഒരുക്കിയിരിക്കുന്നത്. പാട്ടിന്റെ നിർമ്മാണവും റിബിൻ തന്നെയാണ്. ഷാഹിൻ റഹ്മാൻ, നിഖിൽ രാമൻ എന്നിവർ ചേർന്നാണ് ഹബീബി ഡ്രിപ്പിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കുട്ടു ശിവാനന്ദന്റേതാണ് ആശയം. രജിത് ദേവ് നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നു. ഹബീബി ഡ്രിപ്പിനു വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് സംവിധായകരിൽ ഒരാളായ നിഖിൽ രാമനും അസം മുഹമ്മദുമാണ്. പ്രേക്ഷക മനസ്സിലും ബോക്സ് ഓഫീസിലും ഒരുപോലെ വിജയം നേടിയ ചിത്രമാണ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി ഒരുക്കിയ ആടുജീവിതം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ OTTയിൽ എത്തിയിരിക്കുകയാണ് ആടുജീവിതം. മാർച്ച് 28-ന് റിലീസായ ചിത്രം 160 കോടിയോളം രൂപ ആഗോള കളക്ഷനായി നേടിയിരുന്നു. സിനിമാ താരങ്ങളുടെ ത്രോബാക്ക് ചിത്രങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ കവരാറുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പഴയൊരു നോട്ടീസ്. ഒരു കോളേജ് ഇലക്ഷന്റെ നോട്ടീസാണിത്. കോളേജ് ഇലക്ഷനിൽ വോട്ട് അഭ്യർത്ഥിക്കുന്ന സുവോളജി അസോസിയേഷൻ സെക്രട്ടറിയായി മത്സരിക്കുന്ന സുരേഷ് ജി എന്ന ചെറുപ്പക്കാരൻ. ഇന്ന് ആ ചെറുപ്പക്കാരൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സുവോളജി അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിക്കുകയും ചെയ്തിരുന്നു. സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി കഴിഞ്ഞു. നടൻ ആസിഫ് അലിക്ക് ആദരവും പിന്തുണയും അറിയിച്ച് ആഡംബര നൗകയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുകയാണ്. ദുബായ് മറീനയിലെ വാട്ടർ ടൂറിസം കമ്പനിയായ D3 ആണ് നൗകയുടെ പേര് മാറ്റിയത്. സംഗീത സംവിധായകൻ രമേശ് നാരായണുമായി ബന്ധപ്പെട്ട വിവാദം ആസിഫ് അലി കൈകാര്യം ചെയ്ത രീതിയോടുള്ള ആദരമാണ് ഇത്. നൗകയിൽ ആസിഫ് അലി എന്ന് പേര് പതിപ്പിച്ചു കഴിഞ്ഞു. രജിസ്ട്രേഷൻ ലൈസൻസിലും പേര് മാറ്റും. പല നിലയിൽ വഷളാകുമായിരുന്ന വിഷയം പക്വതയോടെ കൈകാര്യം ചെയ്ത ആസിഫ് അലി എല്ലാവർക്കും മാതൃകയാണെന്ന് D3 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷെഫീഖ് മുഹമ്മദ് അലി പറഞ്ഞു. വർഗീയ വിദ്വേഷം വരെ അഴിച്ചുവിടാൻ ചിലർ ശ്രമിച്ചു. അത്തരം നീക്കങ്ങളെ ചിരിയോടെ നേരിട്ട ആസിഫ് അലി നിർണായക ഘട്ടങ്ങളിൽ മനുഷ്യർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കാണിച്ചു തന്നുവെന്നും ഷെഫീഖ് പറഞ്ഞു. സംരംഭകർ പത്തനംതിട്ട സ്വദേശികളായതിനാൽ ജില്ലയുടെ വാഹന രജിസ്ട്രേഷനിലെ 3 ഉൾപ്പെടുത്തിയാണ് കമ്പനിക്ക് D3 എന്ന് പേര് നൽകിയത്.